നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പോസിബിലിറ്റി ഉള്ള ഒരു അഞ്ച് സ്റ്റോക്കിനെ കുറിച്ച് മാത്രം ഡിസ്കസ് ചെയ്യാനാണ്. അതായത് വരുന്ന ആഴ്ചകളിൽ അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ നിശ്ചയിക്കുന്ന ഒരു ടാർഗറ്റ് കിട്ടും, അല്ലെങ്കിൽ ടാർഗറ്റ് അടിക്കും എന്ന് നമുക്ക് അത്യാവശ്യം ഒരു വിശ്വാസമുള്ള ഒരു 5 സ്റ്റോക്ക് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഞാൻ ഓരോ സ്റ്റോക്കിൻ്റെയും ചാർട്ട് സഹിതം കൃത്യമായിട്ട് എൻ്റെ വ്യൂ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ ആളുകളും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ എൻ്റെ വ്യൂവും അതുപോലെ തന്നെ എന്താണ് ഞാനത് പറയാനുള്ള കാരണം എന്ന് ഞാൻ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് ഓരോരോ സ്റ്റോക്കുകളും ഇൻഡിവിജ്വലായിട്ട് ചാർട്ടിൽ ഞാനത് കൃത്യമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, കാണുന്ന ആളുകൾ ദയവായി നിങ്ങളുടെ കമൻറ്റ് എന്ത് തന്നെയാണെങ്കിലും, അത് നിങ്ങളുടെ വ്യൂവിനകത്തുള്ള വ്യൂവിനകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങളാണെങ്കിലും, അല്ലെങ്കിൽ എൻ്റെ വ്യൂ തെറ്റാണ് എന്നുള്ളതാണെങ്കിലും, നിങ്ങളുടെ എന്ത് അഭിപ്രായമാണെങ്കിലും അത് കൃത്യമായിട്ട് കമൻറ്റ് ചെയ്യുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നല്ല ഒരു റെസ്പോൺസ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് കിട്ടിയെങ്കിൽ മാത്രമേ എനിക്കും അത് എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടോ എന്നുള്ള കാര്യം എനിക്കും ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, നിങ്ങളുടെ റെസ്പോൺസ് കിട്ടിയെങ്കിൽ മാത്രം എനിക്ക് അത്യാവശ്യം നല്ല വീഡിയോകളൊക്കെ, നല്ല കണ്ടൻറ്റുകളുള്ള വീഡിയോ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് എനിക്ക് ചെയ്യാൻ എനിക്കും ഒരു പ്രചോദനം കിട്ടത്തുള്ളൂ. അല്ലാതെ വെറുതെ നമ്മൾ ചുമ്മാ ഞാനൊരു വീഡിയോ ചെയ്തിടുന്നു, നിങ്ങളത് കാണുന്നു, നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള റെസ്പോൺസും ഇല്ല എന്നുള്ള, അപ്പോൾ ഞാനും മാനസികമായിട്ടും എടുക്കും. സോ കാണുന്ന കഴിവതും എല്ലാ ആളുകളും ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് എന്ത് തന്നെയാണെങ്കിലും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും. സോ നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് വരാം. നമ്മൾ നിഫ്റ്റിയുടെ ഈ ഒരാഴ്ചത്തെ ഒരു മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെയാണ് ആദ്യം ജസ്റ്റ് ഒരു പ്രൈമറി അനാലിസിസ് എന്ന രീതിയിൽ നടത്താൻ പോകുന്നത്. ഇത് ഞാൻ ഓൾറെഡി ഇന്ന് ഞാൻ അല്പം മുൻപ് ചെയ്തു വെച്ചതാണ്. ഒന്നുമില്ല, ജസ്റ്റ് വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ട്രെൻഡ് ലൈൻ ചാനൽ വരച്ചിട്ടുണ്ട്. ആ ട്രെൻഡ് ലൈൻ ചാനൽ വെച്ച് നോക്കാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും ഇതൊരു സപ്പോർട്ട് ഏരിയയാണ്. സപ്പോർട്ട് ഏരിയ എന്ന് പറയാൻ കാരണം, ഇവിടെ അത്യാവശ്യം പ്രൈസിൻ്റെ റിവേഴ്സൽ തന്നിട്ടുണ്ട്, ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലൊക്കെ പ്രൈസ് ഈ ഒരു സോണിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടുന്ന് തന്നെ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല ഒരു ഗ്രീൻ ക്യാൻഡിൽ തന്നിട്ടുണ്ട്. അത്യാവശ്യം ഒരു ആവറേജ് വോള്യത്തിനടുത്ത് വന്നിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു മേഖലയിൽ നിന്നും കഴിഞ്ഞ 1-2 ആഴ്ചയായിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഡൗൺവേർഡ് മൂവ്മെൻറ്റ് തന്നതിന് ശേഷം ഇനിയൊരു പുൾ ബാക്കിനുള്ള ഒരു ശ്രമമാണെന്ന് എനിക്ക് തോന്നുന്നു. സോ ഇത് നല്ലൊരു പ്രതീക്ഷ നൽകുന്ന ഒരു ഇൻഡിക്കേഷനാണ് നിഫ്റ്റി തന്നിരിക്കുന്നത്. സോ ഇത് എല്ലാ മേഖലയിലും നമുക്ക് പ്രതിഫലിക്കുമെന്ന് പ്രതീക്ഷിക്കാം. സോ നമുക്കടുത്തത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എനിക്ക് പ്രതീക്ഷയുള്ള, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അനാലിസിസിലൂടെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു 5 സ്റ്റോക്കുകൾ നമ്മൾ നോക്കാൻ പോവാണ്. ആദ്യത്തെ സ്റ്റോക്ക് ഗബ്രിയൽ ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ള സ്റ്റോക്കാണ്. സോ നമുക്ക് അതിൻ്റെ ചാർട്ടിലേക്ക് പോകാം. GABRIEL, ഗബ്രിയൽ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പം ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായി, ഞാനിത് കുറച്ച് മുന്നേ ചെയ്തിട്ടതാണ്. ഇതെന്തുകൊണ്ടാണ് പറയാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് കൃത്യമായിട്ട് മനസ്സിലാകും. ഇത് ഡേ ചാർട്ടാണ്. ഡേ ചാർട്ടിലേക്ക് വന്നു കഴിയാൻ നേരത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിനിമൈസ് മീൻസ് എൻ്റെ വ്യൂ കുറച്ചിടാൻ കൃത്യമായിട്ട് ഇവിടെ മനസ്സിലാവും. ഇവിടെ അത്യാവശ്യം നല്ലൊരു റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരു റെസിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അവിടെ വന്ന് അടിച്ചതിന് ശേഷം നേരെ അടുത്ത സെയിം ഒരു രീതിയിലേക്ക്, സെയിം ഒരു മേഖലയിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് പ്രൈസ് ഒന്ന് കറങ്ങിയതിന് ശേഷം അത്യാവശ്യം നല്ല വോളിയം തന്ന് ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ചെയ്ത് മുകളിൽ ചെന്ന് ഒരു റെസിസ്റ്റൻസ് ഉണ്ടാക്കിയതിന് ശേഷം ആ ഒരു ഏരിയയിൽ കൃത്യമായിട്ട് റെസിസ്റ്റൻസ് വന്നു. അതിനുശേഷം ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്, വിത്ത് വോളിയമാണ്. ബ്രേക്ക് ഔട്ടിന് ശേഷം മുകളിൽ ചെന്ന് വീണ്ടും ഒരു ഹൈ ഉണ്ടാക്കി ആയതിനു ശേഷം ഇപ്പോൾ നിലവിൽ നേരെ താഴേക്ക് ഇറങ്ങി വന്ന ആ ഒരു ഹൈയെ നേരെ ബ്രേക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങി വന്നതിന് ശേഷം ഇപ്പോൾ ഒരു പുൾ ബാക്കിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പുൾ ബാക്കിനുള്ള ശ്രമം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ക്യാൻഡിൽ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും ഒരു ഡോജി ക്യാൻഡിലാണ്. എങ്കിൽ പോലും ഇവിടുത്തെ വോളിയം കൂടി വെച്ച് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, ഒന്ന് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ ഇത് തിരിച്ചൊരു റിവേഴ്സലിനുള്ള ഒരു പോസിബിലിറ്റിയാണ് ഇവിടെ കാണിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ദിവസത്തെ ഒരു ക്യാൻഡിൽ, മൺഡേ വരുന്ന ക്യാൻഡിൽ അത്യാവശ്യം നല്ല ഒരു വോളിയത്തോടുകൂടിയുള്ള ഒരു ഗ്രീൻ ക്യാൻഡിലാണ് എങ്കിൽ, അല്ലെങ്കിൽ ആവറേജ് വോളിയത്തിന് മുകളിലുള്ള ഒരു ഗ്രീൻ ക്യാൻഡിലാണ് എങ്കിൽ ഇത് ഉറപ്പായിട്ടും തിരിച്ച് കയറും എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഈ ഒരു സ്റ്റോക്കിനെ, അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിലിനെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക.
നമുക്ക് നല്ലൊരു പുൾ ബാക്ക് കിട്ടാൻ സാധ്യതയുള്ളതാണ് ഈ ഒരു മേഖലയിൽ. അപ്പോൾ അടുത്ത റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു വരച്ചിരിക്കുന്ന നീലവരയാണ്. ആ നീലവരെ നമ്മൾ അത്യാവശ്യം ഒന്ന് നോക്കുക, ഒരു ഗ്രോത്ത് പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് ഒരു 15% നമുക്ക് അവിടെ ഗ്രോത്ത് ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഒരു മേജർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു 550 റേഞ്ചൊക്കെയാണ്. 550 റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം ഇവിടം വരെ വരികയാണെങ്കിൽ നമുക്കൊരു 22%-ഓളം ഗ്രോത്ത് നമുക്കുണ്ടാവും, ഗ്രോത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. സോ എന്ത് തന്നെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുകയാണ് എങ്കിൽ ഇവിടെ കൃത്യമായി നിങ്ങളുടെ SL ഈ ഒരു ഭാഗത്തായിരിക്കണം. SL ഇവിടെ വരാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഞാനവിടെ നമ്മളുടെ ഡിമാൻഡ് സോണിന് ശേഷം ഞാൻ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടതിന് ശേഷമാണ് ഞാനിവിടെ ഒരു വര വരച്ചിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാരണവശാൽ പ്രൈസ് താഴേക്ക് വരികയാണെങ്കിൽ ഒരു കാരണവശാലും നമ്മളുടെ SL അടിച്ചുകൊണ്ട് പോകരുത്. ചിലപ്പോൾ ഒരു ഫേക്ക് ബ്രേക്കൗട്ടിനുള്ള സാധ്യത കൂടുതലാണ്. സോ അത് എടുക്കാതിരിക്കാൻ വേണ്ടി ഞാൻ 1-2 പോയിന്റ് ചെറുതായിട്ട് താഴോട്ട് കുറച്ചിട്ടതിന് ശേഷമാണ് ചെറിയ ഒരു വര വരച്ചിരിക്കുന്നത്. അവിടെ SL വെക്കണം ചെറിയ, അതായത് നമ്മളുടെ കാൽക്കുലേഷൻ പ്രകാരമുള്ള SL പോയിന്റിന് ശേഷം 1-2 പോയിന്റ് ചെറുതായി നമ്മളുടെ പോക്കറ്റ് സൈൻസ് അനുസരിച്ച് 1-2 പോയിന്റ് ഇറക്കിയതിന് ശേഷം ഒരു SL ഇടുകയാണെങ്കിൽ SL അടിക്കാതെ നമുക്ക് മാക്സിമം കയറ്റിക്കൊണ്ട് പോകാൻ സാധിക്കും. ഏകദേശം ഈ ഒരു റേഞ്ചൊക്കെ കയറിയതിന് ശേഷം നമുക്ക് ഇവിടെ കിടക്കുന്ന SL നേരെ പൊക്കിയെടുത്ത് ഇങ്ങോട്ട് മാറ്റിയിടാം. ആ രീതിയിൽ അതിനെയാണ് SL ട്രെയിലിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് മാക്സിമം SL പൊക്കി വെച്ച് നമുക്ക് മാക്സിമം നമുക്കത് കൊണ്ടുപോകാം. സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റോക്ക്. രണ്ടാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് സെലൻ എക്സ്പ്ലോഷൻ ടെക്നോളജി എന്നുള്ളതാണ് അടുത്ത സ്റ്റോക്ക്. അതിൻ്റെ SELEN സെലൻ, ഒരു സെക്കൻഡ്, SELAN സെലൻ എക്സ്പ്ലോഷൻ ടെക്നോളജി, സെലൻ എക്സ്പ്ലോഷൻ ടെക്നോളജി എന്ന സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൻ്റെ നമ്മൾ വീക്ക്ലി ചാർട്ടിലേക്ക് മാറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒന്നുകൂടെ വ്യൂ കിട്ടും. അതിനുവേണ്ടിയാണ് ഞാൻ വീക്ക്ലി ചാർട്ടിലേക്ക് മാറ്റിയിരിക്കുന്നത്. വീക്ക്ലി ചാർട്ടിൽ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഞാൻ വരച്ചിരിക്കുന്ന ഈ സപ്പോർട്ടിൻ്റെ ചാനൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷൻ തരണമെന്ന് എനിക്ക് തോന്നുന്നില്ല, നിങ്ങൾക്ക് കൃത്യമായിട്ടും മനസ്സിലാവും. നല്ലൊരു സപ്പോർട്ട് ഏരിയയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ മുമ്പേ ഞാൻ കാണിച്ചിരിക്കുന്ന ഗബ്രിയൽ എന്ന് പറയുന്ന കമ്പനിയുടെ സെയിം കാണിച്ചിരിക്കുന്ന അതേ ഒരു പാറ്റേണിലാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഗബ്രിയൽ ഇന്ത്യ ലിമിറ്റഡിൻ്റെ അതേ പാറ്റേണിലാണ് ഇവിടെ സ്റ്റോക്ക് നിലവിൽ കാണിച്ചിരിക്കുന്നത്. ഒരു ഡോജി ക്യാൻഡിലാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ വീക്കിലി വോളിയം നോക്കി വളരെ എന്താണ് ഒരു വീക്ക് സെല്ലിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. വീക്ക് സെല്ലിങ് കഴിഞ്ഞതിന് ശേഷം ഡിമാൻഡ് പതുക്കെ കൂടിക്കൂടി വരും, അല്ലെങ്കിൽ നമ്മളുടെ ബയേഴ്സ് പതുക്കെ ആക്റ്റീവായി തുടങ്ങിയിരിക്കുന്ന ഒരു ഏരിയ ആയിട്ടാണ് എനിക്കിപ്പോൾ ഇവിടെ തോന്നുന്നത്. സോ ഇതും ഈ പറഞ്ഞിരിക്കുന്ന പോലെ ഇപ്പം നിൽക്കുന്ന പ്രൈസിന് ശേഷം, അല്ലെങ്കിൽ ഇപ്പം നിൽക്കുന്ന ഈ ലെവലിന് ശേഷം ഏകദേശം 13.8%, ഏകദേശം 14%-നടുത്ത് നിലവിലൊരു ഗ്രോത്തിനുള്ള സാധ്യതയുണ്ട്. അതും ഈ പറയുന്ന പോലെ നിങ്ങൾ SL വെക്കേണ്ടത് ഈ ഒരു മേഖലയിലാണ്. അതായത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം പ്രൈസ് റിവേഴ്സൽ ആകുന്നുണ്ട്. സോ ഇതിനും നമുക്ക് അടുത്ത ഒരു ആഴ്ചയിലേക്ക് നമുക്ക് പരിഗണിക്കാവുന്ന സ്റ്റോക്കുകളാണ്. പിന്നെ ഈ പരിഗണിക്കാവുന്ന സ്റ്റോക്കുകളാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെറ്റപ്പുമായിട്ട്, അതായത് നിങ്ങളുടെ ട്രേഡിംഗ് സെറ്റപ്പുമായിട്ട് ഇത് വെച്ച് നോക്കി മാച്ച് ആകുന്നുണ്ടെങ്കിൽ മാത്രമേ അത് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ട്രേഡിന് വേണ്ടി ശ്രമിക്കാവുള്ളൂ. ആരെങ്കിലും പറയുന്നത് കേട്ട് നിങ്ങൾ ചാടി ഇറങ്ങരുത്. സോ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഡേ ടൈം ഫ്രെയിമിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ക്യാൻഡിലുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ടും മനസ്സിലാകും. ഇവിടെ വോളിയത്തിലേക്ക് വളരെ തിന്നായിട്ടുള്ള വോളിയമാണ്, മീൻസ് അല്ലെങ്കിൽ വളരെ വീക്കായിട്ടുള്ള വോളിയമാണ്. ഇത്രയും ഒരു ഡ്രോപ്പ് നടന്നതിന് ശേഷം ഇവിടെ എന്ത് രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് ഉണ്ടാകുമെന്ന് പറഞ്ഞ് മാർക്കറ്റ് നോക്കിയിരിക്കുകയാണ്. സെല്ലേഴ്സ് പതുക്കെ വീക്ക് ആയിക്കൊണ്ടിരിക്കും, മാക്സിമം വീക്ക് ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡലിൻ്റെ സൈസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും സെല്ലേഴ്സ് വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബയേഴ്സ് ഇവിടെ ഒരു വലിയൊരു അപ്പർ ഹാൻഡ് എടുത്തിട്ടുമില്ല. സോ ഈ ഒരു മേഖലയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിനെ നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുക. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് നമുക്കെല്ലാം അറിയാവുന്ന V-Guard തന്നെ. V-Guardനെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ചാർട്ടും അനാലിസിസും ഞാൻ ഓൾറെഡി തന്നതാണ്. നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു. അത് കാണാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഞാൻ ഇതിനകത്ത് കൃത്യമായിട്ട് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതും ഈ പറയുന്ന പോലെ ഞാൻ വീക്ക്ലി ചാർട്ടിലേക്ക് പോവുകയാണ്. വീക്ക്ലി ചാർട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അടുത്തൊരു വലിയൊരു എക്സ്പ്ലനേഷൻ നൽകേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കൃത്യമായിട്ടൊരു സപ്പോർട്ടിലാണ് നിൽക്കുന്നത്. നമുക്കിപ്പം നിൽക്കുന്ന സപ്പോർട്ടിൽ നിന്നും അടുത്ത ഒരു ലെവലിലേക്ക് വരാൻ ഏകദേശം 8.25% ഗ്രോത്ത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അവിടെ നിന്ന് ഏകദേശം 7% ഗ്രോത്ത് നമുക്ക് വീണ്ടും അവിടെ നിന്ന് നമുക്ക് നോക്കാം.
അതുപോലെ തന്നെ ഏകദേശം 9% മേളിൽ ഏറ്റവും ഹയർ ലെവലിലേക്ക് അല്ലെങ്കിൽ ഓൾ ടൈം ഹൈയിലേക്ക് നമുക്കത് കിട്ടും. സോ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെയും ഇതേ കേസ് തന്നെയാണ്. ഇവിടെയും വീക്ക് സെല്ലിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇവിടെ ബയേഴ്സ് കാര്യമായ രീതിയിൽ ആക്റ്റീവായിട്ടില്ല. നല്ലൊരു ബൈയിങ് ക്യാൻഡിൽ ഇവിടെ വരികയാണെങ്കിൽ ഏകദേശം ഈ ഒരു ക്യാൻഡിൽ പോലെ അല്ലെങ്കിൽ ഈ ഒരു ക്യാൻഡിൽ പോലെ ഒരു ക്യാൻഡിൽ നമുക്ക് തിങ്കളാഴ്ച ഇവിടെ കിട്ടുകയാണെങ്കിൽ നമുക്കിവിടെ 100% ഉറപ്പിക്കാം ഇവിടെ ഇതൊരു റിവേഴ്സലിനുള്ള മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ലക്ഷണം കാണിച്ചു തുടങ്ങി എന്ന് നമുക്ക് പരിഗണിച്ചുകൊണ്ട് ഇവിടുന്ന് നമുക്കൊരു എൻട്രിക്ക് വേണ്ടി ശ്രമിക്കാം. ഇവിടുന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് ഏകദേശം എനിക്ക് തോന്നുന്നു ഈ ഒരു മേഖലയിലായിരിക്കണം. ഇവിടെ രണ്ടുണ്ട് കാരണം ഒന്ന് ഇവിടെ ഒരു നല്ല ഒരു ഏരിയയാണ്. രണ്ടാമത്തത് ഇവിടെ ചാനലിൻ്റെ ഒരു സപ്പോർട്ടുണ്ട്. രണ്ട് തരത്തിലുള്ള സപ്പോർട്ടുണ്ട്. ഈ സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് നമുക്ക് ഇവിടെ വന്ന് ലെവലിൽ വന്ന് അടിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഇവിടെ SL അടിക്കുക എന്നുള്ള കാര്യം. എന്തായാലും നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടി ഇവിടെ SL വെക്കുക. അതിനുശേഷം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ മുകളിലോട്ട് കയറുന്നതനുസരിച്ച് SL ട്രയൽ ചെയ്യുക. ഇതാണ് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച ഒരു വ്യൂ എന്ന് പറയുന്നത്. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് പ്രകാശ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. പ്രകാശ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഇതിൻ്റെ ചാർട്ട് ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഞാൻ ഷെയർ ചെയ്യുന്നതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇതും ഈ പറയുന്ന പോലെ വീക്കിലി ടൈം ഫ്രെയിമിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇതിനകത്ത് ചാർട്ട് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഒരു വലിയൊരു എക്സ്പ്ലനേഷൻ തരണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം നിൽക്കുന്ന ലെവലെന്ന് പറഞ്ഞാൽ അല്പം ക്രൂഷ്യൽ ലെവലാണ്. ക്രൂഷ്യലല്ല, നല്ല ബെറ്റർ ഒരു സപ്പോർട്ട് കിട്ടുന്ന ലെവലാണ്. ഈ സപ്പോർട്ട് കിട്ടുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത വരാൻ പോകുന്ന സപ്പോർട്ട് ഏകദേശം ഈ ഒരു റേഞ്ച് ആയിരിക്കും. അതായത് 145 റേഞ്ച് ആയിരിക്കും. ഇപ്പോൾ നിൽക്കുന്നത് 168 ലെവലിലാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ 145 ലെവലിലായിരിക്കും അടുത്ത സപ്പോർട്ട് കിട്ടുന്നത്. അതും ഈ പറയുന്നത് പോലെ വീക്ക് സെല്ലിംഗ് ആണ്. സെല്ലേഴ്സിൻ്റെ അളവ് വളരെ കുറവാണ്. സെല്ലേഴ്സ് വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ബയേഴ്സ് ഒട്ടും ആക്റ്റീവും ആയിട്ടില്ല. ഇവിടെ ഒരു പച്ച ക്യാൻഡിൽ, അതായത് ഏകദേശം ഈ കളറിൽ ഇതുപോലൊരു ക്യാൻഡിൽ അല്ലെങ്കിൽ ഇതുപോലൊരു ക്യാൻഡിൽ ആവറേജ് വോളിയത്തിന് മുകളിലൊരു ക്യാൻഡിൽ കിട്ടുകയാണ് എങ്കിൽ, തിങ്കളാഴ്ച ഇവിടെ ഇങ്ങനെ ഒരു ക്യാൻഡിൽ കിട്ടുകയാണ് എങ്കിൽ നമുക്ക് ഒരു റിവേഴ്സൽ ഉള്ള സാധ്യത കാണിക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഇവിടുന്ന് അടുത്തൊരു എൻട്രിക്ക് വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഇവിടെ എൻട്രി എടുക്കുകയാണെങ്കിൽ ഏകദേശം ഈ ഒരു റേഞ്ചിലായിരിക്കണം നമ്മളുടെ സ്റ്റോപ്പ് ലോസ് വരേണ്ടത്. വീക്ക് സെല്ലിംഗ് ആയതുകൊണ്ട്, സെല്ലേഴ്സ് വീക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെ വീണ്ടും ഒരു ഡൗൺ മൂവ്മെൻറ്റ് എനിക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ എല്ലാവരും ഇതും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്ന അടുത്ത സ്റ്റോക്ക് ടാറ്റ എലക്സിയാണ്. ടാറ്റ എലക്സി എല്ലാവർക്കും അറിയാം. ഞാനത് പ്രത്യേകിച്ച് പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ടാറ്റ ടാറ്റ എലക്സി ലിമിറ്റഡ്. നിങ്ങൾക്കിവിടെ കൃത്യമായിട്ടൊരു കാര്യം കാണുമ്പം ഇതല്പം ഇതിൻ്റെ പോക്കറ്റ് സൈസ് എത്ര ആളുകളുടെ പോക്കറ്റ് സൈസിനനുസരിച്ച് ഉണ്ടാകുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ കാണിക്കുന്നുണ്ട്. കാരണം എൻ്റെ അനാലിസിസിൽ ഈ ഒരു സ്റ്റോക്കിനും കയറി വന്നതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തരുന്നത്. അതിൻ്റെ കാരണങ്ങൾ ഇതാണ്. ഒന്ന്, ഇപ്പം ഈ പ്രൈസ് നിൽക്കുന്ന ഈ ഒരു മേഖലയിൽ അത്യാവശ്യം നല്ല റിവേഴ്സലുകൾ നടന്നിട്ടുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് നോക്കും, നിങ്ങൾക്ക് മനസ്സിലാകും കൃത്യമായിട്ട് ഈ ഒരു മേഖലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ അത് സ്റ്റോക്ക് അതിൻ്റെ ആ ഒരു പ്രൈസ് ഇവിടെ റിവേഴ്സൽ വന്നതാണ്. സോ ഇതൊരു അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലിലാണ് ഇപ്പം സ്റ്റോക്ക് നിൽക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാകും, കഴിഞ്ഞ 19 ഓഗസ്റ്റ് വീക്ക്ലി ചാർട്ടിലേക്ക് മാറ്റുകയാണെങ്കിൽ ഓഗസ്റ്റ് 26 അല്ലെങ്കിൽ 27 ഈ 2 ദിവസങ്ങളിലായിട്ട് ഈ സ്റ്റോക്ക് തന്നിരിക്കുന്ന വെറും 2 ദിവസത്തെ ഗ്രോത്ത് മാത്രം ഏകദേശം 24.5%, ഏകദേശം 25%-നടുത്താണ് 2 ദിവസം കൊണ്ട് മാത്രം ഈ സ്റ്റോക്ക് തന്നിരിക്കുന്ന ഗ്രോത്ത്. ആ ഗ്രോത്ത് അത്രയും ഉണ്ടായിരിക്കുന്ന ഗ്രോത്തിനെ ബാക്കിയുള്ള എത്ര ദിവസം കൊണ്ടാണ്, ഏകദേശം 35 ദിവസം, ഏകദേശം ഒരു മാസം കൊണ്ടാണ് അതിനെ ഡ്രോപ്പ് ചെയ്ത് ആ ഒരു പഴയ ലെവലിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് എടുക്കേണ്ട ലെവലിലേക്ക് നിലവിൽ വന്നിരിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് ഡെയിലി ക്യാൻഡിലേക്ക് ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് മാറ്റാൻ നേരത്ത് കൃത്യമായിട്ട് കാണാം ഈ ഒരു ലെവലിൽ ഈ പ്രൈസ് റിവേഴ്സ് ആയിരിക്കുന്ന ഈ ഇമ്പോർട്ടൻറ്റ് ലെവലിലേക്ക് വരാൻ നേരത്ത് ക്യാൻഡിലിൻ്റെ സൈസ് നിങ്ങൾക്ക് കാണുമ്പോൾ കൃത്യം മനസ്സിലാകും. ക്യാൻഡിലിൻ്റെ സൈസ് വളരെ ചെറിയ സൈസുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇവിടെ സെല്ലേഴ്സ് വീക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും. സോ എനിക്ക് തോന്നുന്നു ഇവിടുന്ന് അടുത്ത ഈ സ്റ്റോക്ക് ഇതിന് ശേഷം ഇവിടുന്ന് ഒരു റിവേഴ്സൽ ഉണ്ടാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു റിവേഴ്സൽ ഉണ്ടാകുകയാണെങ്കിൽ തന്നെ നമുക്ക് ഏകദേശം അടുത്ത ഒരു ടാർഗറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. രണ്ടാമത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഓൾ ടൈം ഹൈ എന്ന രീതിയിൽ ഏകദേശം നമുക്ക് ഇവിടെ ഓൾ ടൈം ഹൈ വരെ പോകേണ്ട, അതിന് തൊട്ട് താഴെയായിട്ട് ഇവിടെ നമുക്ക് ഫിക്സ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഇപ്പം നിൽക്കുന്ന ഭാഗത്തു നിന്നും ഏകദേശം 8% നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് നമുക്കവിടെ നോക്കാം. അതുപോലെ തന്നെ
സെക്കൻഡ് ടാർഗറ്റ് എന്ന് പറയുന്നത് ഏകദേശം 11.5% നമുക്ക് കിട്ടുന്നതാണ്. ഇതിൻ്റെ അനാലിസിസിൻ്റെ ഭാഗമായിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് വേറെ തെറ്റൊന്നും എനിക്ക് തോന്നുന്നില്ല. അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ സാക്സോഫ്റ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കാണ് അടുത്തത്. അത് ഞാൻ SAKSOFT സാക്സോഫ്റ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. അതും ഈ പറയുന്ന പോലെ ഞാൻ വീക്ക്ലി ചാർട്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ വലിയൊരു എക്സ്പ്ലനേഷൻ വേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. അത് ഞാൻ ചാനൽ വരച്ചിട്ട് കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്കാണ് സ്റ്റോക്ക് വന്നിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയതിന് ശേഷം ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് വീണ്ടും മുകളിൽ പോയി, അതിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴെ വന്നു, വീണ്ടും ഈ ഒരു ലെവലിൽ വന്നിട്ട് റെസിസ്റ്റൻസ് അടിച്ച് നിൽക്കുകയാണ്. അതിനെ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോയി വീണ്ടും സെയിം ലെവലിൽ തന്നെ സപ്പോർട്ട് എടുത്ത് നിൽക്കുകയാണ്. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു മേഖലയിൽ നിന്ന് മിക്കവാറും മുകളിലേക്ക് തിരിയാനുള്ള സാധ്യത കൂടുതലാണ്. അതിനെ സപ്പോർട്ട് ചെയ്തൊക്കെ വിധത്തിൽ വീക്ക് സെല്ലിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. സെല്ലേഴ്സിൻ്റെ ആക്റ്റീവ്നെസ് ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ അതും നമുക്ക് ഇൻഡിക്കേഷൻ തരുന്നത് ഒരു ബൈയിങ് മൊമെൻറ്റിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു ഇൻഡിക്കേഷനാണ് തരുന്നത്. സോ ഇതും നമുക്ക് നമ്മളുടെ അടുത്ത ഒരു വാച്ച് ലിസ്റ്റിലേക്ക് അല്ലെങ്കിൽ അടുത്ത ആഴ്ചയിലേക്ക് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. സോ ഇതും നിങ്ങൾ ശ്രദ്ധിക്കുക. ഇങ്ങനെ 5 സ്റ്റോക്കുകളാണ് നമുക്ക് നോക്കാനുള്ളത്. അതിൻ്റെ പേരുകൾ ഞാൻ ഒന്നുകൂടെ പറയാം. 1 ഗബ്രിയേൽ ഇന്ത്യ ലിമിറ്റഡ്, 2 സെലാൻ എക്സ്പ്ലോഷൻ ടെക്നോളജി ലിമിറ്റഡ്, അതുപോലെ തന്നെ വിഗാർഡ്, പ്രകാശ് ഇൻഡസ്ട്രീസ്, ടാറ്റ എലക്സി ആൻഡ് സാക്സോഫ്റ്റ് ലിമിറ്റഡ്. ഈ 5 സ്റ്റോക്കുകൾ 1, 2, 3, 4, 5, 6 സ്റ്റോക്കുകൾ. ഈ 6 സ്റ്റോക്കുകൾ മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഇതിനകത്ത് ഞാൻ ടാറ്റ എലക്സി അല്പം മാർക്കറ്റ് പ്രൈസ് കൂടുതലായതുകൊണ്ട് അത് ഞാൻ കൺസിഡർ ചെയ്തില്ല. അത് ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ ജസ്റ്റ് കാണിച്ചു തന്നുള്ളതേ ഉള്ളൂ. ബാക്കിയുള്ള 5 സ്റ്റോക്കുകൾ ഞാൻ വിശദമായിട്ട് എൻ്റെ ഒരു വ്യൂ ഞാൻ കൃത്യമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്ലീസ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനത് കൃത്യമായിട്ട് എൻ്റെ വ്യൂ പറയാം. അതുപോലെ തന്നെ എൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടെങ്കിൽ അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് മെൻഷൻ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എനിക്കും അതൊരു എന്തെങ്കിലും തെറ്റ് പറ്റിയെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പം എല്ലാവരും നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുള്ള വിശ്വാസത്തിൽ ഓക്കെ ദെൻ താങ്ക് യു, ബൈ ബൈ.